തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ കൂടുതൽ പേർ ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന് പത്മജ വേണുഗോപാൽ. നാളെ കെ മുരളീധരന് ബി.ജെ.പിയിലേക്ക് പോകേണ്ടി വരും. ചന്ദനക്കുറി തൊട്ടപ്പോൾ കോൺഗ്രസ് വിലക്കിയിരുന്നു, പിന്നീട് ചന്ദനം തൊട്ടില്ലെന്നും പത്മജ പറഞ്ഞു. ഇപ്പോഴാണ് കോൺഗ്രസ് മൃദു ഹിന്ദുത്വം പിന്തുടരുന്നത്. കോൺഗ്രസിന്റെ മതേതര നിലപാട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമാണെന്നും പത്മജ വ്യക്തമാക്കി. അമ്മയ്ക്കെതിരായ പരാമർശത്തിൽ കെ മുരളീധരൻ പ്രതികരിക്കാത്തതും തന്നെ വിഷമിപ്പിച്ചുവെന്നും അവർ പറഞ്ഞു. അതേസമയം തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നും പത്മജ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. എന്നെ തോൽപ്പിക്കാൻ നിന്നതിൽ 2-3 പേര് മുരളിയേട്ടൻ്റെ ജീപ്പിൻ്റെ കൂടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. അതാരാ നിങ്ങൾ കണ്ടുപിടിച്ചത്? ഇതിന്റെ പിന്നിൽ കളിച്ച വേറെ വലിയ നേതാക്കളുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞോളാം. ഇപ്പോഴല്ല എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു. പാവ മുരളിയേട്ട അവിടെ വടകര ഒന്ന് ജയിച്ചു പോയേനെ, എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടേന്നല്ല. കാരണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് എന്താ പറയണ്ടത്, ജാതകപ്രകാരം ഈ സമയം നോക്കണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തൃശ്ശൂരാണ്, തൃശ്ശൂർ നല്ല ആളുകളുണ്ട്, പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര്. തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക്. ഇപ്പൊ ഇവിടെ മുരളിയേട്ടൻ ശരിക്കും വടകര സുഖകരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു. എന്തിനാണ് മുരളിയേട്ടനെ അവിടെ കൊണ്ടിട്ടത്? അപ്പൊ എനിക്ക് വിലയില്ല എന്നല്ലേ പറഞ്ഞേ. എനിക്ക് കഴിവില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ അത് പറയേണ്ട കാര്യം എന്താ? യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊട്ടി മുളച്ച കുറേ ആളുകളല്ലേ ഈ ചാനലിലിരുന്നൊക്കെ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായവരാണ്. അവരോട് പറഞ്ഞ എനിക്ക് പുച്ഛാണ് അവർ പറഞ്ഞ. ഈ പറയുന്ന എൻ്റെ സഹോദരൻ 3 പാർട്ടിയുടെ പ്രസിഡന്റ് അയാളാ. ഞാൻ ഒരു പാർട്ടിയിൽ നിന്നിട്ടില്ല ഇതുവരെ. സഹിക്കാണ്ട് ഓടിപ്പോയതാ. എൻ്റെ അമ്മയല്ലേ മുരളിയേട്ടൻ്റെ അമ്മ അല്ലേ? അപ്പോൾ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോൾ ബാക്കിയൊക്കെ പോട്ടെ, പെങ്ങളെ പറ്റി പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മുരളിയേട്ടൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെ മുരളിയേട്ടനൊരു വിഷമം തോന്നിയത്. അത് ചെയ്യാൻ പാടില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ആരൊക്കെ വരുന്നുണ്ടാ നിങ്ങളെ എട്ടും, അപ്പോഴേക്കും നമ്മളൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ടാവും. കാരണം അതിനേക്കാളും പ്രഭവന്മാരെ വരാൻ ബഹ്റൈനിൽ സത്യം പറയട്ടെ, 1.5 കൊല്ലമായി ഞാൻ ബഹ്റൈനെ കണ്ടിട്ട്. ഞാൻ വെല്ലുവിളിച്ചല്ലോ, തെളിവുകൾ പുറത്ത് കൊണ്ടിട്ടേ. മനോജ് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. മനോജ്, ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചതിന് ശേഷം പത്മജ വേണുഗോപാൽ മുരളി മന്ദിരത്തിലെത്തിയത്, തൃശ്ശൂരിലെത്തിയത് ആവേശകരമായ ഒരു സ്വീകരണം തന്നെയാണ് പ്രവർത്തകർ നൽകിയത്. ഒപ്പം യൂത്ത് കോൺഗ്രസിനുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ തന്നെയല്ലേ വീണ്ടും ഉന്നയിക്കുന്നത് പത്മജ വേണുഗോപാൽ? തീർച്ചയായും രജനി, ഇന്ന് 11 മണിയോടുകൂടിയാണ് മുരളി മന്ദിരത്തിലേക്ക് ഈ പത്മജ എത്തിച്ചേരുന്നത്. വലിയ തരത്തിലുള്ള ഒരു സ്വീകരണം തന്നെയാണ് തൃശ്ശൂരിലെ ബി.ജെ.പി പത്മജയ്ക്ക് നൽകിയതും. അതിനുശേഷമാണ് ഇക്കാര്യങ്ങൾ പത്മജ വ്യക്തമാക്കുന്നത്. അതായത് കോൺഗ്രസിനുള്ളിൽ താൻ അനുഭവിച്ചിട്ടുള്ള ആ വേദനയെക്കുറിച്ചും അതുപോലെ തന്നെ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ചതിച്ചുവെന്നും പത്മജ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ചന്ദനക്കുറി തൊടുന്നതിൽ പോലും കോൺഗ്രസിനുള്ളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് തനിക്ക് ചന്ദനക്കുറി തൊടുവാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം ഇപ്പോഴാണ് മൃദു ഹിന്ദുത്വം പിന്തുടർന്ന് വരുന്നത്. അതായത് കോൺഗ്രസ് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമാണ് അവരുടെ മതേതരത്വം വന്നു, ഇപ്പോൾ മാത്രമാണ് മൃദു ഹിന്ദുത്വം പിന്തുടരുന്നുവെന്നുമാണ് പത്മജ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, തൻ്റെ മാതാപിതാക്കളെ പറഞ്ഞപ്പോൾ അത് മുരളീധരൻ അതിൽ പ്രതികരിച്ചില്ല. തൻ്റെയും മുരളീധരൻ്റെയും അമ്മയെ തന്നെയാണ് ഇത്തരത്തിൽ പറഞ്ഞത്. പക്ഷേ അതിനെതിരെ പ്രതികരിക്കാത്തത് വലിയ തരത്തിൽ വേദനയുണ്ടാക്കിയെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളും, അതായത് മുരളീധരൻ ഉൾപ്പെടെ ബി.ജെ.പിയിലേക്ക് എത്തേണ്ടി വരും എന്ന് തന്നെയാണ് പത്മജ പറഞ്ഞു വെക്കുന്നത്. കാരണം കോൺഗ്രസിനുള്ളിൽ ഇവർ അനുഭവിക്കുന്ന അവഗണന അത് തൻ്റെ അച്ഛനും അവസാന കാലഘട്ടങ്ങളിൽ അനുഭവിച്ചിരുന്നു. അച്ഛനെ 18 മാസത്തോളം താൻ നോക്കിയപ്പോഴും ഈ അവഗണന അച്ഛൻ നേരിട്ടിരുന്നു. അതിനുശേഷമാണ് തനിക്കിങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത്. അത് കൃത്യമായും ബി.ജെ.പിയുടെ വികസന രാഷ്ട്രീയം, അതായത് മോദിയുടെ പ്രഭാവത്തിൽ തന്നെയാണ് നിരവധി പേർ ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. ഇനിയും കോൺഗ്രസ് നേതാക്കൾ എത്തും. ഇപ്പോൾ ബി.ജെ.പിയിൽ എത്തുന്നതെല്ലാം പഴയ കോൺഗ്രസ് നേതാക്കളാണ് എന്നുമാണ്. ഇപ്പോൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. എന്തായാലും തൃശ്ശൂരിൽ വലിയ സ്വീകാര്യത തന്നെയാണ് പത്മജ വേണുഗോപാലിന് ബി.ജെ.പി നൽകുന്നത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ മുരളീധരനെ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തിച്ചത് തോൽപ്പിക്കുവാൻ വേണ്ടിയാണെന്നുള്ള കാര്യമാണ് പത്മജ പറയുന്നത്. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നതിൽ സംശയമില്ല. അത് തീർച്ചയായും സുരേഷ് ഗോപി വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ തൻ്റെ ചേട്ടൻ്റെ കാര്യം, അതായത് മുരളീധരൻ്റെ കാര്യം തനിക്ക്
പറയാനാവില്ല. അദ്ദേഹത്തിന്റെ ജാതകം പരിശോധിക്കണം, അദ്ദേഹത്തിന് നല്ല സമയമല്ല എന്നാണ് പത്മജ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും കോൺഗ്രസിനുള്ളിലുള്ള കാര്യങ്ങൾ, അതായത് താൻ അനുഭവിച്ച എല്ലാ വേദനകളും ദേശീയ നേതാക്കൾക്കടക്കം പങ്കുവച്ചിരുന്നു. അവരോടൊക്കെ പരാതി പറഞ്ഞിരുന്നു. എന്നിട്ടും ഒരു മറുപടി ലഭിച്ചില്ല. കെ സുധാകരനാണ് ഒരു വാക്ക് പറഞ്ഞത്. എന്നാലും ഈ കോൺഗ്രസിനുള്ളിലെ നേതാക്കൾ തന്നെ അവഗണിക്കുകയായിരുന്നു. അവസാന ഘട്ടത്തിൽ തന്റെ അച്ഛനും ഈ അവഗണന നേരിടേണ്ടി വന്നു. ഇതൊക്കെ തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അതായത് BJP ഒരിക്കലും വർഗീയ പാർട്ടിയല്ല എന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പോകുന്ന സമയത്ത് അവിടെ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും BJPയോടൊപ്പം നിൽക്കുന്നു, പുതുതായി BJPയിലേക്ക് ചേരുന്നു. എല്ലാം BJPയുടെ വികസന രാഷ്ട്രീയം, അതായത് മോദിയുടെ പ്രഭാവത്തിൽ തന്നെയാണ് ഈ BJPയുടെ പ്രവർത്തനം. അത് കണ്ടിട്ടാണ്, അതിൽ ആകൃഷ്ടരായാണ് നിരവധി പേർ BJPയിലേക്ക് എത്തുന്നത്. അങ്ങനെ തന്നെയാണ് താനും എത്തിയതെന്നും ഇനി മുന്നോട്ട് പോകുന്നത് ഈ ദേശീയതയുടെ പാതയിൽ തന്നെയായിരിക്കുമെന്നാണ് പത്മജ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇനിയും നിരവധി പേർ കോൺഗ്രസിനുള്ളിൽ നിന്നും BJPയിലേക്ക് വരും. അത് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടുമെന്നാണ് പത്മജ പറഞ്ഞു വെക്കുന്നത്. കാരണം മുതിർന്ന നേതാക്കളടക്കം BJPയിലേക്ക് എത്തുമെന്ന് തന്നെയാണ്, കേരളത്തിലും മാറ്റം വരുമെന്ന് തന്നെയാണ് പത്മജ വ്യക്തമാക്കുന്നത്. രജനി, കെ കരുണാകരൻ തന്റെ അച്ഛനുണ്ടായ അതേ ഒരു അവസ്ഥ, അവസാന കാലഘട്ടത്തിൽ തന്റെ അച്ഛനുണ്ടായ അതേ അവസ്ഥ തന്നെ തനിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. കോൺഗ്രസ് നേതാക്കൾ തന്നെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പത്മജ പറയുന്നത്. ഒപ്പം BJPയിലേക്ക് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും BJPയിലേക്ക് നിരവധി പ്രവർത്തകർ കെ മുരളീധരൻ അടക്കം വരാൻ സാധ്യതയുണ്ട് എന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നു. തൃശൂർ മുരളി മന്ദിരത്തിലെത്തിയ ശേഷമായിരുന്നു പ്രതികരണം. BJP അംഗത്വം സ്വീകരിച്ച ശേഷം ആദ്യമായിട്ടാണ് തൃശൂരിൽ പത്മജ വേണുഗോപാൽ എത്തിയത്. മനോജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.